ആദ്യം ചെയ്യുന്നത് 8mm മൾട്ടിവുഡ് 2x2 ഒരു പീസ് മുറിച്ചെടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് 3 ഇഞ്ച് റേഡിയസിൽ 6 ഇഞ്ച് വീതിയിൽ ഒരു റൗണ്ട് ആദ്യം വരച്ചെടുക്കണം. ആദ്യം ചെയ്യുന്നത് എന്നിട്ട് ആ വൃത്തത്തിനെ 15 പീസുകളാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് 24 ഡിഗ്രിയിൽ കോണുകളാക്കി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വീലിൻ്റെ പണി കഴിഞ്ഞതിന് 2 വീലും ബെയറിങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. ബെയറിങ് 628 നമ്പറുള്ള ബെയറിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബെയറിങ്ങും 628 നമ്പർ തന്നെയാണ്. നല്ല കറക്റ്റായിട്ട് 8mm ബോൾട്ട് അതിൽ ഫിറ്റായി വർക്കാവുള്ളൂ. മെക്കാനിസത്തിൻ്റെ പണിയിലേക്ക് കടക്കുന്നത്. മെക്കാനിസത്തിൽ കുറച്ച് റൗണ്ടുകൾ ആവശ്യമുണ്ട്. ആ റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിക്കാനും ഫുള്ള് റൗണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഫസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് റൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെയറിങ്ങൊക്കെ സെറ്റ് ആക്കണമെന്ന് ഞാൻ കാണിക്കാനും.
സ്ക്രൂ ചെയ്തെടുക്കേണ്ടത് അതേപോലെ തന്നെ അതേ ഡയറക്ഷൻ തന്നെ. കൂടാതെ അതിൽ ഒട്ടിച്ചെടുത്ത റൗണ്ട് പീസ് സ്ക്രൂ ഇടുമ്പോൾ തടയുന്ന ആ റൗണ്ടൊന്ന് വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റ് ഇടുമ്പോൾ നമ്മൾ തടയുക കാരണം ആ 10 സെൻറ്റിമീറ്റർ വീതിയിലുള്ള റൗണ്ടൊന്ന് അതിൻ്റെ ഹോളൊന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് അതിൽ 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള 4 റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ രണ്ടെണ്ണമായിട്ട് ഒട്ടിച്ച് 2 പീസാക്കിയിട്ടുണ്ട്. അത് നമ്മൾ റോപ്പ് സിസ്റ്റം ഉണ്ടാക്കുന്നതുകൊണ്ട് നൂല് ചുറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 9 സെൻറ്റിമീറ്ററുള്ള 2 റൗണ്ട് പീസ് കെട്ടിയതിന് 2 ഭാഗങ്ങളായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒന്നിൽ റോപ്പ് ചുറ്റാനും ഒന്നിൽ റോപ്പ് വലിക്കാനും, അതായത് ചുറ്റിക്കഴിഞ്ഞാൽ വലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള 2 സെക്ഷനായിട്ട് കപ്പി പോലെ ചെയ്തെടുത്തിറക്കുകയാണ്. അതിൽ ഫസ്റ്റ് വീല് വർക്കാകാൻ വേണ്ടിയിട്ട് ഒരു ബോൾട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഏകദേശം ഒരു 10 mm മേലെ നീളം പാടില്ല. സൈക്കിൾ സ്ക്രൂ കടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ബോൾട്ടാണ്. അത് വർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെക്കാനിസം കമത്തി വെച്ചിട്ട് അതിൻ്റെ ലോക്ക് തടയുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ സെറ്റ് ചെയ്യാണ്. കറക്റ്റായി സെറ്റ് ചെയ്താലാണ് നമ്മുടെ ഫസ്റ്റ് വീല് വർക്കാവുള്ളൂ. ആ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം അളവെടുക്കാൻ. ആ ലോക്ക് അതിൽ കുടുങ്ങുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ ഹോളിട്ടതിൽ ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ട്. ബോൾട്ടിന് അധികം നീളം പാടില്ല. നീളം പാടി കഴിഞ്ഞാൽ മെക്കാനിക്സിലും മറ്റേ ലോക്കിലും അത് പോയി തടയാൻ പാടില്ല. കാരണം നമ്മൾ 6 ഇഞ്ച് വീതിയിൽ പൊട്ടിച്ചെടുത്ത വീടിൻ്റെ സെൻറ്റർ വരെ ആ ബോൾട്ട് നീണ്ടെടുക്കാൻ പാടുള്ളൂ. നീണ്ടാം അടുത്ത ലോക്കിൽ പോയി ടച്ച് ആവേണ്ട ശ്രദ്ധിക്കേണ്ടതാണ്. സെക്കൻഡ് വീല് വർക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വീലിൽ നമ്മൾ നിലച്ചക്രം പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് വീലിനാണ് കേട്ടോ. ഫസ്റ്റ് വീലിൻ്റെ മെക്കാനിസം തന്നെ വേണം ഇത് ചെയ്യാൻ. ഫസ്റ്റ് വീലിൽ നിലച്ചക്രം പോലെ വെച്ചെടുത്തിട്ട് അതിനൊരു ലോക്ക് ഫസ്റ്റ് വീലിൽ നമ്മൾ സെറ്റാക്കുകയാണ്. ഫസ്റ്റ് വീല് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിന് ഹോളിട്ടിട്ട് അത് സെറ്റാക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് വീലിൽ ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അത് മറിഞ്ഞ് അതായത് വീല് വർക്കാകുമ്പോൾ അത് മറിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു തടസ്സം ലോക്കവിടെ വെച്ച്, ലോക്കല്ല ജസ്റ്റ് ഒന്ന് മറിഞ്ഞു പോകാണ്ടിരിക്കുന്ന ഒരു തടസ്സമായിട്ട് ചെറിയൊരു മൾട്ടിവെൻ്റ് പീസ് അവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ തലച്ചക്രം പോലുള്ള കട്ട് ചെയ്തെടുത്തത് ആ ഫ്രണ്ടിൽ വരച്ച ചിത്രം നേരെ സെക്കൻഡ് വീലിൽ മറിച്ച് വേണം ഒട്ടിക്കാൻ. ഇത് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ സെക്കൻഡ് വീല് വർക്കാവില്ല. അത് സെക്കൻഡ് വീലിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ മറിച്ചിട്ട് വേണം ഒട്ടിക്കാൻ.
വർക്കാവുണ്ടോ നോക്കുകയാണ്. 8 mm ബോൾട്ടിലാണ് നമ്മുടെ മെക്കാനിസം സെറ്റാക്കുന്നത്. നമ്മുടെ ലോക്ക് വർക്കാവുന്ന ബോൾട്ട് ഒരു 4 ഇഞ്ച് നീളമുള്ള കനം കുറഞ്ഞൊരു ബോൾട്ടാണ്. നമ്മുടെ വീല് വർക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ വീലുമേൽ 2 സൈഡിലായിട്ട് 2 വെയിറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലോക്കിനെ കുറച്ച് മുകളിലായിട്ട് ഒരു മാഗ്നറ്റ് പകരം നിങ്ങൾക്ക് വാഷർ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ മാഗ്നറ്റ് എടുത്തിറക്കുന്നത്. ആ ലോക്കിൻ്റെ ആ വെയിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായി കുറച്ചുകൂടി കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വീലിന് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വർക്കാകുമ്പോൾ ആ ലോക്ക് വന്നിട്ട് ആ വെയിറ്റ് വന്നിട്ട് അതിൽ ലോക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് വീല് വർക്കാവുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് പറയാൻ നിൽക്കുന്നില്ല. കുറിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ബോൾട്ടിൻ്റെ അകലമൊക്കെ അനുസരിച്ച് നിങ്ങൾ ബോൾട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ് വീൽ ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീൽ ഇട്ട ലോക്ക് നേരെ ക്ലിയർ ആക്കിയിട്ട് വേണം സെക്കൻഡ് വീൽ ഇടാൻ. സെക്കൻഡ് വീലിലും അതുപോലെ വെയിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിനനുസരിച്ച് വേണം നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. സെക്കൻഡ് വീലിൽ വെയിറ്റ് ഇല്ലെങ്കിലും നമ്മുടെ വീലൊക്കെ വർക്കാവുന്നതാണ്. പക്ഷേ 2 വീലിൻ്റെയും ടൈമിങ് കുറച്ച് ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് വീലിൽ നമ്മൾ എങ്ങനെ വെയിറ്റ് വെച്ചോ അതേ വെയിറ്റ് സെക്കൻഡ് വീലിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. എല്ലാവരും സെക്കൻഡ് വീല് വർക്കാവുന്നതാണ്. പക്ഷേ രണ്ടും തിരിയണതിൻ്റെ ഒരു ടൈമിങ്ങിൽ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഫസ്റ്റ് വീല് നമ്മൾ എങ്ങനെ വെയിറ്റ് വെച്ചോ അതേപോലെ സെക്കൻഡ് വീലും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ റോപ്പ് സിസ്റ്റത്തിന് വെയിറ്റ് ഞാൻ തൂക്കിയിട്ടത് നമ്മുടെ ഫിസ്സിൻ്റെ കുപ്പിയിൽ കുറച്ച് മണൽ ആഡ് ചെയ്തിട്ടാണ് റോപ്പ്. അതായത് 2 വീലിൻ്റെയും നമ്മുടെ മെക്കാനിസത്തിൻ്റെ വെയിറ്റിനൊക്കെ കുറച്ച് കൂടുതലായിരിക്കണം നമ്മൾ കെട്ടിത്തൂക്കണ റോപ്പിൻ്റെ വെയിറ്റ്. അതിന് കുറവായി കഴിഞ്ഞാൽ വീലിനെ വർക്കാവാനുള്ള ശക്തി ആ റോപ്പിനുണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് ആ വെയിറ്റ് നമ്മളിതിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ വെയിറ്റ് മാഗ്നറ്റോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സെറ്റ് ചെയ്യിക്കുക. എന്നിട്ട് ആ വെയിറ്റ് ലാസ്റ്റ് നമ്മളൊരു ഭംഗിയാക്കിയിട്ട് തൂക്കിയെടുത്തു കഴിഞ്ഞാൽ റോപ്പ് സിസ്റ്റം വർക്കാവുന്നതാണ്.